നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഇതെല്ലാം ഞാൻ എങ്ങനെ ശരിയാക്കുന്നു പറ. നിനക്ക് പറ്റില്ലായിരുന്നെങ്കിൽ ഇത് ഇന്നലെ എന്റെ കയ്യിൽ തന്നൂടായിരുന്നോ? എടുത്ത് ഞാൻ ചെയ്യണമെന്ന് കരുതിയതാ. എന്നിട്ട് നീ എന്താ ചെയ്യാതിരുന്നത്? നാളെ എനിക്കിത് സബ്മിറ്റ് ചെയ്യാനുള്ളതല്ലേ? എടുത്ത് അതിൽ കുറെ ഡോക്യുമെന്റ്സ് കിട്ടാനുണ്ടായിരുന്നു. അത് ഇന്നാണ് കിട്ടിയത്. എന്തിനും ഏതിനും നിനക്ക് ന്യായീകരണം ഉണ്ടല്ലോ. ഈ ന്യായീകരണം എനിക്ക് അവിടെ ചെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ പ്രശ്നം? നാളെ രാവിലെ 11 മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യേണ്ട എഗ്രിമെന്റ് ആയത്. ഇല്ലെങ്കിൽ പ്രോജക്ട് കയ്യിൽ പോവും. അത് പറഞ്ഞാ ഞാൻ സന്ദീപിനെ ഏൽപ്പിച്ചത്. എന്നിട്ടിപ്പോ ഇനിയും ഡോക്യുമെന്റ്സ് കിട്ടാനുണ്ട് പോലും. എനിക്കറിയില്ല എന്താവുന്ന്. എടുത്തി നാളെ രാവിലെ 11 മണി വരെ സമയമില്ലേ? അതിനുള്ളിൽ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം. ഓൾറെഡി ഉള്ള മാറ്ററല്ലേ, ഡോണ്ട് വറി. സാരമില്ലടാ. ഇത്രയും സില്ലി ആയിട്ട് ഇതിനെ കാണരുത് സച്ചി. അത് സന്ദീപിന് ഒരു വളമാവും. കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കാണാൻ പഠിക്കണം. ഒത്തിരി ഡോക്യുമെന്റ് കോപ്പികൾ വെക്കാനുണ്ട്. ലീഗൽ കൗണ്ടർ സൈൻ ചെയ്യണം. എല്ലാത്തിനും ഒരു ഓർഡർ വേണ്ടേ? പരിചയക്കുറവ് കാണുക എടുത്തി. എടുത്തിട്ട് ഒറ്റ നോട്ടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സന്ദീപ് പഠിച്ചു വരുന്നല്ലോ. എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്തു. അവ കാര്യങ്ങൾ പഠിക്കാനാ ഞാൻ ഇത്രയും പറഞ്ഞത്. എടുത്തി ആ ഫയലിംഗ് തന്നെ രാവിലെ നീ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യായിരുന്നല്ലോ. എല്ലാം ശരിയായി കാണുന്ന ഏട്ടാ ഞാൻ കരുതിയത്. നീ ഏത് കമ്പനിയുടെ ഫോർമാറ്റാ അഡോപ്റ്റ് ചെയ്തേ? വെസ്റ്റേൺ എന്റർപ്രൈസസ്. ആ കമ്പനിയുടെ ഫോർമാറ്റ് ആരാ നിന്നോട് അഡാപ്റ്റ് ചെയ്യാൻ പറഞ്ഞേ? അതൊരു പ്രൈവറ്റ് കമ്പനി അല്ലേ? അതിന്റെ ടേംസ് എങ്ങനെയാ നമുക്കൊരു സർക്കാർ പ്രോജക്റ്റ് അനുകരിക്കാൻ പറ്റുന്നേ? നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത് BOT വ്യവസ്ഥയിലാണ്. അതിനും ഇതിന് അജഗജാന്തര വ്യത്യാസമുണ്ട്. അറിയില്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാൻ പഠിക്കണം. കമ്പനിക്കാരെ അറിയുന്ന വേറെ ഒത്തിരി പേര് കമ്പനിയിലല്ലേ ചേച്ചി? അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. അല്ലാതെ എല്ലാ കുറ്റവും പാവ സന്ദീപിന്റെ തലയിൽ വെക്കണോ? അത് തന്നെ എടുത്തേ. പുതിയ മാനേജർ വന്നില്ലേ? അയാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. അയാളുടെ കൂടെ ഉത്തരവാദിത്തമാണല്ലോ ഇത്. ഇവൻ പിന്നെ എന്നാ ഇതൊക്കെ പഠിക്കുന്നേ? എന്ന് സൈറ്റിൽ പോയി ആളെണ്ണിയെ മാത്രം മതിയോ? കമ്പനി കാര്യങ്ങളോട് പഠിക്കണ്ടേ? 2.5 കോടിയുടെ നഷ്ടം വന്നേനിപ്പോ. സോറി എടുത്തി. ഐ ആം റിയലി സോറി. സന്ദീപ് എടുത്തി ഞാൻ രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാം ശരിയാക്കി തരാം. വേണ്ട സച്ചി, ഞാൻ ശരിയാക്കിക്കോളാം. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എന്നാലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് സന്ദീപിന് ഇങ്ങനെ വഴക്ക് പറഞ്ഞ ശരിയായില്ല ചേച്ചി. നിനക്കെന്താ നൊന്തോ? നൊന്തു. ആ പാവം ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുന്ന കണ്ടപ്പോ കഷ്ടം തോന്നി. അങ്ങനെ നിൽക്കണം. നെല്ലിശ്ശേരിയിലെ സകലരും എന്റെ മുന്നിൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.